ഈ റൂമിന് ഇത്രയൊക്കെ പെർ നൈറ്റിൽ ചാർജ് ചെയ്യണോ, അതിന് മാത്രമൊക്കെ വെർത്താണോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ കടന്നുപോയത്. സോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. 1.5 വർഷം മുമ്പ് കൊൽക്കത്തയിൽ നിന്നും 5-6 ഫ്രണ്ട്സിൻ്റെ കൂടെ ബാംഗ്ലൂരിലോട്ട് ഒരു ട്രെയിനിങ്ങിന് വന്ന കഥയാണ് ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ അതേ പ്രൊഫഷനുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളാണ്. ബാംഗ്ലൂരിലോട്ട് ഇതെൻ്റെ ആദ്യത്തെ യാത്രയാണ്. ഫ്ലൈറ്റും റൂമും താമസവും എല്ലാം കമ്പനി വകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്നും ആദ്യമായി ഭക്ഷണം കഴിക്കാനും സാധിച്ചു. കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട് ബാംഗ്ലൂരിലോട്ട്. ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ തന്നെ കമ്പനി ഏർപ്പാട് ചെയ്ത ടാക്സി ഞങ്ങളെ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു. തമിഴും കന്നഡയും മലയാളവും ഒക്കെ അറിയുന്ന ഒരു ടാക്സി ഡ്രൈവർ പോകുന്ന വഴിക്ക് ഒത്തിരി വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ലീല പാലസിലാണ്. പുറത്ത് നല്ല തണുത്ത കാലാവസ്ഥയാണ്. രാത്രി അടുക്കാൻ നേരമാണ് ഞങ്ങൾ ഹോട്ടലിനടുത്ത് എത്തുന്നത്. നാട്ടിൽ നിന്നും ഒരുപാട് പേർ ബാംഗ്ലൂരിൽ ഉള്ളത് കൊണ്ട് അവരൊക്കെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ബാംഗ്ലൂരിനെ കുറിച്ച് എനിക്കുള്ളൂ. ഇന്ന് ബാംഗ്ലൂരിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ സാധിച്ചു. ലീല പാലസ് ബാംഗ്ലൂരിലെ തന്നെ പ്രമുഖ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതും കമ്പനി ചെലവിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിസ്റ്റത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. റൂമിനകത്ത് കയറി ലൈറ്റ് ഇടാൻ വേണ്ടി സ്വിച്ചുകൾ പലതും തപ്പി നോക്കി. അവസാനം നടപടിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ആരോടെയൊക്കെയോ ചോദിച്ച് ഇതിന്റെ സെറ്റപ്പ് മനസ്സിലാക്കി അവസാനം നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കി. ഇനി എനിക്ക് കിട്ടിയ റൂം കണ്ടോളൂ. അതിവിശാലമായൊരു ബെഡ്റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂം. ആ കാണുന്നത് എൻ്റെ സ്യൂട്ട് കേസ്. അവിടെ അപ്പുറത്ത് കാണുന്ന ടിവിയുടെ താഴെയുള്ള ആ സ്ഥലത്ത് ചെറിയൊരു മിനി ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ലോക്ക്ഡ് ആണ്. അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസ ഇറക്കി ഉപയോഗിക്കണം. പിന്നെ അവിടെ അടുത്ത് കാണുന്ന കെറ്റിൽ, ടീ ബാഗ്, പാൽ, കോഫി പൗഡർ, പിന്നെ നടക്കാൻ ഒരു ക്ലോത്തിന്റെ ചെരുപ്പ്, അയൺ ചെയ്യണമെങ്കിൽ അയൺ ബോക്സിന്റെ ടാബിൾ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ റൂം ടൂറും ബാത്റൂം ടൂറും ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഈ റൂമിന് പെർ നൈറ്റ് എത്ര റേറ്റ് ആവുമെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ വില കണ്ട് ഞാനൊന്ന് കുറച്ചു നേരം ഞെട്ടിപ്പോയി. ഈ റൂമിന് ഇത്രമാത്രം റേറ്റ് ഒക്കെ ഉണ്ടോ, ഇതിന് മാത്രം വേർത്താണോ എന്നൊക്കെ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഇനി ഗൈസ്, നിങ്ങൾക്കുള്ള അവസരമാണ്. ഈ റൂമിന് പെർ നൈറ്റ് എത്ര റേറ്റ് ആവുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ?